welcome to Lux Glam Kodaikanal. Floating, weightless, undersea, diving, conscious, like a dream. You and me. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഒരു യാത്ര കഴിഞ്ഞ് പിന്നെ ഒരു യാത്ര, ആൻഡ് ദിസ് ഇസ് ടു ദ ക്വീൻ ഓഫ് ഹിൽസ് കൊടൈക്കനാലിലേക്കുള്ള യാത്രയാണ്. സോ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇറങ്ങി, നല്ല മഴയായിരുന്നു, അതുകൊണ്ട് അധികം ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആൻഡ് തമിഴ്നാട് കയറിയപ്പോഴേക്ക് നല്ല റോഡ്സ് ആയിരുന്നു. സോ ടോട്ടലി എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പളനിയിലൊരു ചെറിയ ചാർജ് ചെയ്തിട്ട് ഞങ്ങളിത് ഓൺ റൂട്ട് കൊടൈക്കനാലാണ്. ബാക്കി ആരെയും കാണിക്കാത്തത്, എല്ലാവരും നല്ല കംഫർട്ടബിളായി ഉറങ്ങുവാണ്. സോ അതൊന്നും കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടുപോകുന്നില്ലേ, ഒരു ഡ്രീം പ്ലേസ് ഓൺ എർത്ത് ആണ്. സോ അങ്ങോട്ട് മാക്സിമം നേരത്തെ എത്തണം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഗൈസ്, ഇടയ്ക്ക് ഞാൻ ടീഷർട്ട് തഴുക്കുക, അതുകൊണ്ട് ടീഷർട്ട് മാറ്റി തിരിച്ച് മറ്റേ ടീഷർട്ട് എടുക്കണം. കാരണം ആ റിസോർട്ടിൽ പോകുമ്പോൾ ആ കിടിലെ ടീഷർട്ട് ഇട്ട് തന്നെ കുറേ ഫോട്ടോസ് വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് പൂമ്പാറയിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഞാൻ നേരിട്ട് ആ റിസോർട്ട് തന്നെ കാണിക്കാം. കാരണം അത് കാണിക്കുമ്പോൾ ആ ഒരു ലെവലിൽ തന്നെ കാണിക്കണം. നമ്മുടെ റൂം ടൂറിൽ തന്നെ തുടങ്ങാം, എന്നിട്ട് പയ്യെ റിസോർട്ട്സ് കാണിക്കാം. പക്ഷേ കൊടൈക്കനാലിന് പൂമ്പാറ ഏകദേശം 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. 20 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ, 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. ലാസ്റ്റ് ഒരു 2 to 3 kilometers ഈ ഒരു റിസോർട്ടിലേക്കുള്ളത് കുറച്ച് മോശമാണ്. അതുകൊണ്ട് ഫുൾ കോൺസെൻട്രേഷൻ ഡ്രൈവിങ്ങിലായിരിക്കും. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പക്ഷേ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ഇൻ എ ബിഗ് TV ആൻഡ് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം അത്രയും അടിപൊളിയായിരിക്കും. ഞാൻ അത്രയധികം ഇങ്ങനെ മനസ്സിൽ കണ്ട് ആഗ്രഹിച്ച് കാണിക്കാൻ പോകുന്ന സ്ഥലമാണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ്. ഓഫ് ഗൈസ്, ഞങ്ങൾ റൂമിലെത്തി, റൂം കയറി കണ്ടു. ഇനി നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഈ ചിരി ബാക്കത്തെ 80mm ഫിലിമൊക്കെ പോലെ അത്രയും വിരിഞ്ഞിരിക്കുവാണ്. കാരണം ഐ എം ഷുവർ യു ഗൈസ് വിൽ എൻജോയ് ദിസ്. ഞങ്ങളിത് ഒറ്റ തവണ കാണിക്കാൻ പറ്റില്ല, കാരണം അതിന് ഇരുട്ടാവും. അതാണ് റൂം കയറി കണ്ടത്. സോ ഗെറ്റ് സെറ്റ് ടു ബി വൗഡ്. ഓക്കെ, ഞാൻ എല്ലാ ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ടുണ്ട്. ആ ചിരി നോക്ക്, ആ ചിരി നോക്ക്. ഇവിടെ എത്താപ്പെട്ട ബുദ്ധിമുട്ടൊക്കെ മാറിയില്ലേ? പക്ഷെ ആ ബുദ്ധിമുട്ടിന്റെ റിസൾട്ട് വേണ്ടെങ്കിൽ നമുക്കിത് തോന്നിക്കാം അല്ലെ. ബുദ്ധിമുട്ട് വേറെ ഒന്നുമല്ല, റോഡിന്റെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. പക്ഷെ അത് ലാസ്റ്റ് ഒരു 2 kilometers. പക്ഷെ വന്ന് കേറുമ്പോ ഹെവനാണ് അല്ലേ. അപ്പൊ ഒറ്റ ഷോട്ടേ കിട്ടുള്ളൂ, ഇരുട്ടാവും. അപ്പൊ മര്യാദയ്ക്ക് എല്ലാം കാണിക്കാം. വെൽക്കം ടു ലക്സ് ഗ്ലാം കൊടൈക്കനാൽ. ഓക്കെ, ഇനി നമുക്ക് ലക്സ് ഗ്ലാം റൂം ടൂർ കാണാം. അതെ, ലക്സ് ഗ്ലാം അല്ല, പ്രിയാസ് റൂം ടൂർ. പ്രിയാസ് റൂം ടൂർ, അതൊക്കെ മാറിപ്പോയി. ലക്സ് ഗ്ലാം റൂം ടൂർ ഇപ്പൊ ലക്സ് ഗ്ലാം ആയി താരം അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് കേറി വരുമ്പോ തന്നെ ഇതാണ് നമ്മുടെ ബബിൾ ഹൗസ് എന്ന് പറയാം. അതിനൊക്കെ ഞാൻ ഡ്രോണൊക്കെ എടുത്തു പോളെ. ഇവരുടെ തന്നെയാന്ന്. നോക്കിക്കേ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് വ്യൂ. നിങ്ങളെ നോക്ക്, ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഫ്രെയിം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ ഇത് പറ, യൂറോപ്പ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും വേൾഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസിൽ ഒരെണ്ണം പറ. അറ്റത്ത് ദേ ഇവിടെ കണ്ട. സോ ദിസ് ഇസ് ലൈക്ക്, ഇവർക്ക് മൂന്നാറും ഉണ്ട്, പക്ഷെ കൊടൈക്കനാൽ ആൻഡ് ദിസ് ഇസ് ലക്സ് ഗ്ലാം അല്ലെ. പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. ഓക്കെ, സോ വരുമ്പോ തന്നെ ഇങ്ങനെ ഒരു ഡെക്ക് ഉണ്ട്. നല്ല സ്പേഷ്യസ് ഡെക്കാണ്. 2 ചെയർ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് ഒരു പ്രത്യേകം പറഞ്ഞു വെളിയിലിരുന്ന് കഴിക്കരുത്, കാരണം കുരങ്ങ് 100% വന്ന് എടുത്തോണ്ട് പോകുന്നു. അത് കുരങ്ങിനെ കണ്ട അപ്പം എടുത്തോണ്ട് പോകും. വന്നതാ. പിന്നെ ജക്കൂസി ഉണ്ട്. അത് ക്ലൈമറ്റിന് നല്ല വാം, ചൂടെന്ന് പറയില്ല, വാം ജക്കൂസി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്.
അതാണ് ഞാൻ പ്രിയനോട് പറയാൻ പറ്റുന്നത്. പ്രിയ ഒരു മൂന്നാർ നെറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ എന്റെ നെറ്റ് ഇല്ലേന്ന്. ഇവിടെ നെറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ കിടന്ന് നമുക്ക് ആർമാദിക്കാം. ഇപ്പൊ കേറണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ കഴിയട്ടെ. ഓക്കെ. പിന്നെ ഇതൊന്നും കട്ടിയില്ല കേട്ടോ, ആ ഭംഗിയിലോടെ തന്നെ പോട്ടെ. നമ്മുടെ താരകത്തോട്ട് വെൽക്കം ടു വേദൂസ് ഫേവറേറ്റ് സ്റ്റേ. അല്ലേ വേദൂര് എന്നോട് വന്നപ്പോ തന്നെ ചോദിക്കുക, വേദൂസ് ബബിൾ സ്റ്റേ ഇഷ്ടമാണെന്ന് അറിയില്ലേന്ന് ഓൾറെഡി. ഓക്കെ, സോ ഇനി ഗെറ്റ് റെഡി ടു ബി വൗഡ്. വെൽക്കം ടു ലക്സ് ഗ്ലാംസ് അമേസിംഗ് ബബിൾ സ്റ്റേ. ഇത് എവറിത്തിങ് ലുക്ക് സോ ഗോർജിയസ് ആൻഡ് അൾട്രാ ലക്ഷറി അല്ലേ? അൾട്രാ ലക്സ് ആണ്. കാരണം ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ ഇത്ര ലക്ഷറി ക്വാളിറ്റി പ്രോപ്പർട്ടി ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ഈസി. ഒരു വിഷൻ ഉള്ള ആൾക്ക് ഇത് നടത്താൻ പറ്റുള്ളൂ. വേദു എന്നെ ഉന്തി എന്താ കാരണം എന്നറിയോ? മങ്കി വരുന്നു, ഉന്തി അകത്ത്. ആ ഓക്കെ. ബെഡ് ഇത് ആക്ച്വലി ഇവരുടെ പുതിയ തീമാണ്. എനിക്കൊന്ന് ടെക്സസ് റൂമോ അങ്ങനെ എന്തോ ഉണ്ട്. രണ്ട്, ഒന്ന് ടെക്സസ്, ഒന്ന് വേറെ എന്തോ ഒരു സെലസ്റ്റിയൽ, അങ്ങനെ എന്തോ രണ്ട് തീമിന്റെ പുതിയ റൂംസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ബെഡിലൊക്കെ അവർ അതുമാതിരി തന്നെ വുഡന്റെ കട്ടിലും അങ്ങനത്തെ ഡെക്കോറൊക്കെ ആന്റിക് ഫർണിച്ചേഴ്സ് പോലത്തെ സംഭവങ്ങള്, ലൈറ്റിംഗ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ദേ ഇവിടെ AC ഒന്നും ഇല്ല, അതിന്റെ ആവശ്യമില്ല. കൊടൈക്കനാലാണ്. ഫാൻ ഉണ്ട്, ഹീറ്റർ ഉണ്ട്. ഓക്കെ, ഇത് ഫാൻ ഉണ്ട്, ഹീറ്റർ ഉണ്ട്. ലുക്ക് അറ്റ് ഹൗ ദേ ഹാവ് അറേഞ്ച്ഡ് ദി അമ്യൂണിറ്റീസ്. വാട്ടർ, സ്നാക്സ്, കോക്ക്, എത്ര ടീ, കോഫി. സോ ഓൾ ദി അമ്യൂണിറ്റീസ് ആർ ദേർ. തൊപ്പി വരെ വേണമെങ്കിൽ എടുത്ത് ഫോട്ടോ വെക്കാം. ഇത് നോക്ക്, ഇതെനിക്കത് കോട്ട് ഹാഗർ കാട്ടാൻ തോന്നുന്നു, ഡിയറിന്റെ. ഇപ്പൊ അത് എടുത്ത് കുത്തി നടക്കാൻ പോയായിരുന്നു. ഇറങ്ങി നടക്കണമെങ്കിൽ കുത്താനോ. പിന്നെ ബ്യൂട്ടിഫുൾ. പിന്നെ അതും മറ്റേ ഒരു ആഫ്രിക്കൻ രീതിയിൽ അല്ലേ? ആഫ്രിക്കൻ തീമാന്ന് തോന്നുന്നു. ഇല്ല, അതെ. ചെയർസ് ഒക്കെയാണ് ഇവരിവിടെ വെച്ചിരിക്കുന്നത്. ഇനി ഇത് തുറക്ക, എന്നാലേ ഫുൾ ലൈറ്റ് കിട്ടുള്ളൂ. ഇവിടുത്തെ മെയിൻ സംഭവം കാണിക്ക്. ഓടി തുറന്നോ, അവിടുത്തെ ഇവിടെ വരെ ഓടണം. ഓടി തുറന്നോ. And look at this view. Poombare is like the most beautiful location in Kochi, in Kodaikanal, and avadത്തെ ഏറ്റവും best placeലുള്ള view. This is what you wake up to. This is what you have coffee here. ആലോചിച്ച് നോക്ക്. ഓഫ്, അല്ല മിസ്റ്റ് ആണ് ഭംഗി പ്രിയ. അവിടുത്തെ ഗ്ലാമ്പില് ഓപ്പൺ ആണ്, അങ്ങനെയല്ല. ഇവിടെ മുകളിൽ ഓപ്പൺ അല്ല, ഈ സൈഡിലാണ് ഓപ്പൺ. അവിടത്തെ മൂന്നാറിൽ ഇവർക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതേ വ്ലോഗ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ വേണമെങ്കിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ലൈറ്റ് വന്നപ്പോഴാണ് മര്യാദയ്ക്ക് മനസ്സിലായ ലക്സ് ഗ്ലാമിനെ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇത് പ്രിയ മോഹൻ. കളർഫുള്ളും ആയിട്ടുണ്ട്. അടിപൊളി. ഇപ്പൊ നമ്മള് ഒരു എപ്പിസോഡിൽ വന്ന പുതിയ കളക്ഷൻസിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അതിലൊരെണ്ണം പ്രിയ എടുത്തു. വെരി നൈസ്. അത് നൈസ്. അതെവിടുന്നാ? ആണോ? ഓക്കെ. മാച്ചിങ്. അടിപൊളി. സോ ഇതൊക്കെ ഒരു ഹാപ്പി സ്റ്റോറി കാണും. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇവരൊക്കെ പില്ലോസ് ഒക്കെ വെച്ചിരിക്കുന്നത് അല്ലേ? ജസ്റ്റ് ടു ഹഗ് ആൻഡ് ജസ്റ്റ് ലൈ ഡൗൺ ആൻഡ് ഇറ്റ് ഈസ് ഫുൾ. ദിസ് പ്രോപ്പർട്ടി ഈസ് ഫുൾ. ആലോചിച്ച് നോക്ക്. എനിക്കറിയില്ല, ഞാൻ നോക്കിയപ്പോ 5 6 കണ്ടുണ്ട്. ഇറ്റ്സ് ഓൺ ദ എക്സ്പെൻസീവ് സൈഡ്, പക്ഷെ ഇറ്റ്സ് എക്സ്പീരിയൻസ് ഓഫ് എ ലൈഫ് ടൈം. ഒരു ബക്കറ്റ് ലിസ്റ്റാ വെച്ചിരിക്കുന്നത്. അതെ, ആബ്സല്യൂട്ട് പ്രൈവസി. ഇതെല്ലാത്തിനും കാട്ടി എന്താ ലക്ഷറി ഗ്ലാമിംഗിന്റെ മെയിൻ തിങ് ഹാസ് ടു ബി ദ ബാത്റൂം. അതും കൂടെ കാണിക്ക്. ഇങ്ങനെ ഒരു ബബിളിന്റെ അകത്ത് ഇങ്ങനെ ഒരു ബാത്റൂം. അതിന്റെ മൈന്യൂട്ട് സാധനങ്ങളൊക്കെ എനിക്ക് കാണിക്കും. അതൊക്കെ കയറി ഇൻസ്പെക്ട് ചെയ്ത് പ്രിയ മോഹൻ. ഇങ്ങനെ വരുമ്പോ ഓരോ കാര്യങ്ങൾ നോക്കും. ടവൽ ഹാങ്ങിങ്, സോപ്പ് ഡിസ്പെൻസർ വരെ എന്തൊരു ക്വാളിറ്റിയാ. And lights are also so beautiful. And see this, everything minute. എല്ലാത്തിനും. And this one looks like ഒരു ക്രൂസിൽ നമ്മൾ പോയില്ലേ, ഹലോങ് ബേ ക്രൂസിനകത്തൊക്കെ പോയ ലക്ഷറി ക്രൂസിന്റെ രീതിയിലുള്ള
ബാത്റൂം ഫിറ്റിംഗ്സും സ്പേഷ്യസ് ആണ്. സോ യു കനോട്ട് ഗ്ലാം മോർ ലക്ഷറിയസ് ദാൻ ദിസ് അല്ലേ? It's that good. Even the toilets and everything is so clean and it's so well maintained. അതാണ് മെയിൻ തിങ്. ഇവിടെ എക്സോസ്റ്റ് ഫാൻ വരെ ഉണ്ട് ബാത്റൂമില്, ഗ്ലാമ്പിംഗില്. ഇവിടെ ബാക്കില് വേറൊരു എക്സോസ്റ്റും ഉണ്ട്. ഈ ബാക്കില് എക്സോസ്റ്റ് മേളില് കണ്ട അതിൽ കൂടെ വലിച്ചെടുക്കും. സോ ഫുൾ എക്സോസ്റ്റിന്റെ കളിയാണ് ഇതിന്റെ അകത്ത്. And what a place. Everything is gorgeous. Everything is like തീമിനോട് അനുസരിച്ച് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഞാൻ ഒന്ന് കോഫി വിളിച്ച് ഓർഡർ ചെയ്യട്ടെ, കാരണം സമയമില്ല, കുറെ കാണിക്കാനുണ്ട്. ടവൽസ് ഒക്കെ ചെയ്യുന്ന ട്രേ കണ്ടോ? ടവൽസ് വരെ വെച്ചിരിക്കുന്നത് അത്ര അറേഞ്ച് ചെയ്ത് ക്ലീൻ ആൻഡ് ക്ലാസി ആയിട്ടാണ്. അപ്പൊ എന്തായാലും കോഫിയൊക്കെ ഞാൻ ഒന്ന് വിളിച്ച് പറയട്ടെ. ആൻഡ് ഡിന്നറിന് ഇവിടുന്ന് ആ കേറ്റം വീണ്ടും കയറണം ഡിന്നറിന്. എങ്ങനെയുണ്ട് പറ? പേടിയാ? പിന്നെ അങ്ങോട്ട് പോകുന്നേ? എങ്ങനെയുണ്ട് നമ്മുടെ ബബിൾ സ്റ്റേ? നോക്കട്ടെ, മുഖം നോക്കട്ടെ. ഓ പിന്നെ ഇവിടെ ഈ മിസ്റ്റ് നിങ്ങൾക്ക് എപ്പോ വന്നാലും കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മേക്സ് ദിസ് സ്പേസ് സോ സ്പെഷ്യൽ. ഇത് നോക്ക് എന്തോരം സ്പേസ് ആണെന്ന് നോക്ക്. എനിക്കൊന്ന് 1, 2, 3, 4, 5 ഇതിന്റെ ബാക്കിലുണ്ട് 6 എണ്ണേ ഉള്ളൂ. മുകളിലൊരു റെസ്റ്റോറൻറ്റ്, അതും ബബിളിലാണ്. സോ ദാറ്റ് ഇസ് രാത്രി ഞാൻ കാണിച്ചു തരാം. എൻ്റെ ആംബിയൻസ് ഇസ് ഗോയിങ് ടു ബി റിയലി ഗുഡ്. ആൻഡ് ഇവിടെ ഫുഡ് ഇസ് മെയ്ഡ് റിയലി ഫ്രഷ്. സോ അവക്കാഡോ ഇസ് ഇൻ സീസൺ. ഞാൻ അവക്കാഡോ മിൽക്ക് ഷേക്കാണ് പറഞ്ഞത്. ഇല്ല, ഫോർ യു കോഫി അത് വേണ്ട. ഇല്ല. ഗോഡ്, ഇത് ശരിക്കും ഹെവൻ. നോക്ക് പ്രിയ, ഇത് നമ്മുടെ ഗ്ലാമ്പ്. ഇത് ലൈക്ക് ഇറ്റ്സ് എ സറൗണ്ടിങ് ഏരിയ ആൻഡ് വൈറ്റ് ഹോഴ്സ് ആൻഡ് എ ബ്ലാക്ക് ബ്യൂട്ടി. നോട്ട് യു. അവിടെ ഒരു ബ്ലാക്ക് ബ്യൂട്ടി ഉണ്ട് അടിയില്. ഇനി ഫോട്ടോസ് ഇതിന്റെ ഹോസ്റ്റലിൽ കൂടെ നിന്ന് എടുത്തോണ്ടല്ലോ സെറ്റപ്പ് ആയിരിക്കും. ഈ സ്ഥലത്തിന് പറയാ, നമ്മളിവിടെ വരെ വന്നപ്പോ ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുത്തപ്പോ ഫുൾ മിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഇറ്റ്സ് ഗെറ്റിംഗ് ക്ലിയർ. ലുക്ക് അറ്റ് ദ വ്യൂ. എന്താ നോക്കിക്കേ, ആ മിസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി. മൈ ഗോഡ്, എന്ത് സ്ഥലമാ നോക്ക്. ഈ ഹാർട്ട് ഫുൾ ആവുന്നു പറയില്ലേ? സത്യമായിട്ടും എനിക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോ പിന്നെ ഇതുപോലത്തെ സ്ഥലത്ത് അതെ അതെ ഫീല് കിട്ടും. അതെ. അമ്മയും മോനും ഹാപ്പി ആവാനുള്ള ബെസ്റ്റ് അടുത്ത സാധനമായി 2 കിഡിലെ ഹസ്കി. കൊടൈക്കനാലിലും കൂടെ അല്ലേ പറ്റിയ വെതറുമാണ്, അതാണ് ഇത്രയും ഫറ്. അപ്പൊ മിക്കാറും വേദൂരെ പിടിച്ചോണ്ട് പോകും കേട്ടാ. ഇടയ്ക്ക് ഇവിടെ ഈവനിങ് ഉണ്ടല്ലോ, എന്തൊക്കെ സംഭവങ്ങളാ നോക്ക്. ഒന്ന് ഹോഴ്സ് റൈഡിങ്, ഹോഴ്സിലൂടെ ഫോട്ടോഷൂട്ടോ ഹോഴ്സ് റൈഡിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഭയങ്കര രസമാണ് ബിക്കോസ് ഓഫ് ദിസ് ബാക്ക്ഗ്രൗണ്ട്. യു ജസ്റ്റ് ഫീൽ ലൈക്ക് $1 million ഫോട്ടോഷൂട്ട്. പിന്നെ ഹസ്കീസിൻ്റെ കൂടെ കളിക്കാം. പിന്നെ ഇവിടെ ഈവനിങ് ക്രിക്കറ്റ് കളിക്കും, സ്റ്റാഫ് വേഴ്സസ് ഗസ്റ്റ്, അല്ലെങ്കിൽ ഫുട്ബോള്, ബാഡ്മിൻ്റൺ. ഇറ്റ്സ് ജസ്റ്റ് എ ഫൺ പ്ലേസ് ടു ബി വിത്ത് ദിസ് ലക്സ് ഗ്ലാമ്പ്. ആൻഡ് തിരിച്ചു പോകുന്നതോ ലക്സ് ഗ്ലാമ്പിലേക്ക്. ഇതിനൊക്കെ കാട്ടി പ്രത്യേകത നമുക്ക് കോഫിയും അവക്കാഡോ ഷേക്കും എല്ലാം അവിടെ കൊണ്ടുവന്ന് ഒരാൾ അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. നോക്ക്, ഒരനക്കം ഇല്ലാതെ ഇരിക്കുന്നത്. കോഫിക്ക് വേണ്ടി മൊമോസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓ, തന്നെ ഹോസ് ഓടിക്കുന്ന വേദു. അമ്പോ, ഓ മൈ ഗോഡ്. സാധനം വന്നിരിക്കുന്നത് നല്ല ഫ്രഷ് കൊടൈക്കനാൽ അവക്കാഡോ ഷേക്ക് ഫോർ ദില്ലു. ഓ യം 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 യം. ആൻഡ് സം ചിക്കൻ മോമോസ്. ഇതിന്റെ ഒക്കെ ഇടയിൽ ഡാഡിയുടെ ഒരു വിവരം ഇല്ല കേട്ടാ. ഡാഡി റൂബി പോയി സ്റ്റക്കായിരിക്കും. ഡാഡി ചിലപ്പോ ഫ്രസ്ട്രേറ്റഡ് ആവും, TV ഇല്ലാന്ന് പറഞ്ഞ്. പിന്നെ ക്ലാമ്പിംഗിലല്ലേ TV, അതിനാണല്ലോ ഇവിടെ വരുന്നത്. ഹൗ ഗുഡ് ആർ ദീസ് മോമോസ്? നോ, ഇത് കണ്ടോ, നല്ല. ഇത് കുറച്ച് ഫ്രൈഡ് മോമോസ് ആണ്, പക്ഷെ അകത്ത് നല്ല സ്പൈസി ആണ്. They are like chicken, chili, some kind of sauce, and the avocado shake. Oh my god. ഈ 8 hours ഡ്രൈവ് ഒക്കെ എന്താണ്, ഒന്നുമല്ല ഇവിടെ വന്ന് താമസിക്കാൻ പറ്റിയ അല്ലേ? ഞാൻ
ഉറങ്ങിയിട്ടില്ല. ഉറക്ക ക്ഷീണം വല്ലതും ഉണ്ടോ എന്റെ മുഖത്ത്? ഒന്നുമില്ല, കണ്ട അതാണ് ലിറ്ററലി കാറി കടന്ന് കുറച്ചു നേരം ഉറങ്ങിയതല്ലാതെ ഉറങ്ങിയിട്ടില്ല. ഞാനാണെങ്കിൽ രാത്രി 4 മണിക്കൂർ ഉറങ്ങി, പിന്നെ ഉറങ്ങിയിട്ടുമില്ല. ഏത് ഫുൾ ടൈം ഉറക്കം. ഡാഡി അവിടെ ഇരുന്ന് വ്യൂ ഒക്കെ എൻജോയ് നോക്ക്. ആ പക്ഷെ ഒരിക്കലും പറ്റില്ല. അതെ ഡാഡി റൂം എങ്ങനെയുണ്ട്? ഓ അവിടെ വെരി ഗുഡ്. അപ്പൊ നമ്മുടെ റൂം ആക്ച്വലി റോഡിയോ റൂമാണ്, ഇവിടുത്തെ സ്പെഷ്യൽ റൂമാണ്. സോ അതിന്റെ ഒരു ആംബിയൻസ് കണ്ടല്ലോ, ഒരു ടെക്സസ് വൈബൊക്കെയാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരു യുണീക് ഫീലിംഗ് ആണ്. ഡാഡിയുടെ സെലസ്റ്റിയൽ ആണ്. സോ ഐ തിങ്ക് സോ ഇറ്റ് ബി സംതിങ് ലൈക്ക് മേ ബി സ്റ്റാർസ്, മൂൺ, ഗാലക്സി അതിൻ്റെയൊക്കെ ആയിരിക്കും. ഡാഡിയുടെ റൂം കാണിക്കാൻ പോകണമെന്നുണ്ട്, ഞാൻ കയറി പോവാണ്. അത് പക്ഷെ ഒരു ടാസ്ക് തന്നെയാണ്, കാരണം ഇവിടെ സ്റ്റാഫുകളൊക്കെ അവിടെ ക്രിക്കറ്റ് കളിക്കുവാണ്. സോ അവിടുന്ന് കയറി വന്ന് ഇവിടം വരെ എത്തി. ഇനി ഇവിടെ നിന്ന് നടന്ന് ഡാഡിയുടെ റൂം ഏറ്റവും മുകളിലാണ്. എനിക്കത് വീഡിയോ എടുത്തോണ്ട് നടക്കാൻ പറ്റില്ല. സോ ഞാൻ ഡാഡിയുടെ റൂമിൽ എത്തിയിട്ട് ബാക്കി കാണിക്കാവേ. ആക്ച്വലി നടക്കാൻ ഏറ്റവും പാടുള്ളവർക്ക് ഡാഡിക്ക് ബൈ ചാൻസ് കിട്ടിയതാ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ റിസപ്ഷൻ പ്ലസ് ദ കഫേ. ഡാഡിയുടെ റൂം ഇവിടുന്ന് ഇറങ്ങി സ്ട്രേറ്റ് ആയിട്ട് നടന്നാൽ മതി. അപ്പോൾ ഏറ്റവും സൗകര്യം ആ റൂമാണ്. എങ്ങനെയുണ്ട്? പ്രതീക്ഷ ടെന്റ് ഇങ്ങനെ ആയിരിക്കും. താമസിച്ചിട്ടുണ്ട് രാജസ്ഥാനിലെങ്ങാണ്ട്, പക്ഷെ അത് ഇത്രയൊന്നും അതുമാതിരി അല്ലല്ലോ ഇത്. ഇതെങ്ങനെയുണ്ട്? ഇത്ര ഹൈറ്റിൽ എന്ത് ഭംഗിയാ കാണാൻ. അതാണ് 7 എണ്ണം ഫുള്ളാ. ഒരു ദുബായ്ക്കാരൻ്റെയാ. എനിക്കറിയാം, നമ്മുടെ ഫ്രണ്ടാ. പുള്ളി ദുബായിൽ ഒരെണ്ണം തുടങ്ങുന്നുണ്ട്. ആന്റണിയാ പേര്, തോമസ്. നല്ല ജക്കൂസിയിൽ ഇറങ്ങുന്നുണ്ടോ ഡാഡി? ഇല്ല അത് ചൂടായിട്ട് കിടക്കാണ്. ഞങ്ങളുടെ ചൂടായിട്ടില്ല, ഞാൻ വെയിറ്റിംഗ്. തൊട്ട് നോക്കിയിട്ട് ചൂടുണ്ട്, വേണമെങ്കിൽ ഇറങ്ങാന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ അവിടെ ഹീറ്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. രാത്രിയും റൂമിനകത്ത് ഹീറ്റർ ഉണ്ട്, ഫാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഡോർ എപ്പോഴും അടച്ചു വെക്കാനേ, ചുറ്റും മങ്കീസാണ്. അപ്പൊ ഫുഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇതുപോലെ വന്നിരിക്കാം. ഫുഡ് വെച്ച് വന്നു കഴിഞ്ഞാൽ പോയതാ. ഇവിടെ വെച്ച് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ പോയി കഴിക്കണം. പിന്നെ വ്യൂ ഡാഡിയുടെ നോക്ക്, ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ പനോറാമിക് വ്യൂ. മൈ ഗോഡ്, 1 നൈറ്റ് മതി ഇവിടെ. സാധാരണ എല്ലായിടത്തും 2 നൈറ്റ്സ് പറയും. ഇവിടെ 1 നൈറ്റ് എങ്കിലും താമസിക്കാൻ പറ്റിയ ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലേ ഡാഡി? വെരി ഗുഡ് പ്രോപ്പർട്ടിയാണ്. അതെ, വെരി ഗുഡ്. അപ്പൊ ഡാഡിയുടെ റൂം നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സെയിം എമിനിറ്റീസ് ഒക്കെ സെയിം ആണ്. ഡാഡിയുടെ കണ്ട എല്ലാം ലൈറ്റ്സ് ഒക്കെ കണ്ട മൂൺ ഷേപ്പ് ലൈറ്റ്സ് ആണ്. ഇവിടെ സണ്ണും മൂണൊക്കെയാണ് ബാക്കിൽ. ഞങ്ങളുടെ ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ഡിഫറെൻറ്റാ. ഇത് ഡാഡിയുടെ മൂണ്, സണ്ണ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഡാഡിയുടെ ഒരു സൺ ആൻഡ് മൂൺ റൂം. അത് കൊള്ളാമല്ലോ. പിന്നെ കുറച്ച് പിങ്ക്, കുറച്ചും കൂടെ കാമിങ് ഷെയ്ഡ്സ് ആണ്. അത് നല്ല വെൽവെറ്റ് കവേർഡ് സോഫ, ദാറ്റ്സ് ഓൾസോ ലുക്കിംഗ് റിയലി നൈസ്. സോഫ കം ബെഡ് ആക്കാം. പിന്നെ ഒബ്വിയസ്ലി ഈ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടുന്ന് എന്തൊരു വ്യൂ, ഡാഡിക്ക് നല്ല വ്യൂ ആട്ടാ. ഏറ്റവും ടോപ്പ് റൂം ഇതല്ലേ? ഫോഗ്. വൈകുന്നേരം ഞാൻ രാത്രി ആകുമ്പോൾ നന്നായി ഇറങ്ങും. പിന്നെ ഡാഡിക്ക് ഇവിടെ ഒരു ഫുൾ ലെങ്ത് മിറർ ഉണ്ട്, ഞങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ ബാത്റൂം, വാവ്, ജസ്റ്റ് ബ്യൂട്ടിഫുൾ. സെയിം ആയിട്ട് നല്ല ഗോർജിയസ് ബാത്റൂം. എല്ലാ ഫിറ്റിങ്സും എമിനിറ്റീസും ഉണ്ട്. ഹീറ്റർ ഉണ്ടോന്ന് ഡൗട്ടൊന്നും അടിക്കണ്ട, ഇതേ ഹീറ്ററും ഉണ്ട് ഇവിടെ. സൂപ്പർ അല്ലേ ഡാഡി? വെരി ഗുഡ്. ഓക്കെ, അത് മതി. ഒരു ബൈനാക്കുലർ ഉണ്ടോ അവിടെ? വേറെ സാധനം, ഈ റൂം സെപ്പറേറ്റ് ഇല്ല. ഇത് ഡാഡിക്ക് മറ്റേ സ്റ്റാർസിനെ നോക്കാനാ. ഡാഡിനെ കണ്ട ഒരു സയന്റിസ്റ്റിന്റെ ലുക്ക് ഉണ്ട് ഡാഡി. പുറത്തോട്ട് വെച്ച് അത് നോക്കാം. ഡാഡിയുടെ ഇന്നത്തെ പണി പുതിയ സ്റ്റാർ കണ്ടുപിടിക്കാനാണ്. മിക്കവാറും ഒരു പുതിയ സ്റ്റാറോ മീറ്റിയോറൈറ്റോ കണ്ടുപിടിച്ചിട്ട് അതിന് മോഹൻ എന്നുള്ള പേരിടും. ഗൈസ്, വാം വാട്ടർ. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒന്ന് ഇത് ചൂടാക്കി വെക്കാൻ പറയാം. ആൻഡ് ഇൻ ദിസ് മെസ് നിങ്ങൾ ഈ ജക്കൂസി ഒരിക്കലും മിസ് ചെയ്യരുത്. അടിപൊളി വേദ. ഗോഡ്, കുളിച്ച് വന്നപ്പോഴേക്കും വേറെ ലാൻഡ്സ്കേപ്പ്. ഇവിടെ ലാൻഡ്സ്കേപ്സ് ചേഞ്ചിങ് ആണ് ഫുൾ ടൈം. ആൻഡ് ഇവിടെ ഇപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ ആവക്കാഡോ ഫെസ്റ്റ് നടക്കുവാണ്. സോ ആവക്കാഡോ ഫെസ്റ്റില് again they gave us an avocado shake. ഇത് ടോർട്ടില വിത്ത് avocado. ഇത് avocado fries. And this is focaccia bread, I think so, with guacamole and mushrooms. Looks so amazing.
ഇതൊക്കെ ഇനി എൻജോയ് ചെയ്ത് കഴിക്കണം. നോക്കട്ടെ, ഫസ്റ്റ് ടൈം ഐ മീറ്റിംഗ് അവക്കാഡോ ഫ്രൈസ്. ഇത് നിങ്ങൾ ഇപ്പം വരുവാണെങ്കിൽ കിട്ടും കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വന്ന ഉടനെ. കുറച്ച് കയ്പുണ്ട്. എനിക്കൊന്ന് അവക്കാഡോൻ്റെ കുറച്ച് തൊലി വരും. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല അവക്കാഡോൻ്റെ ടെക്സ്ചർ, പക്ഷെ ഐ പേഴ്സണലി ലവ് ഇറ്റ്. ഐ ലവ് ഗുവാക്കമോലെ. അവക്കാഡോ ഷേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് എന്തായാലും ട്രൈ ചെയ്യുക. അവക്കാഡോ ഷേക്ക് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിലും പോലും ട്രൈ ചെയ്യുക. എൻ്റെ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഫ് യു ലൈക്ക് മിൽക്ക് ഷേക്സ്. വേദുവിന് ഡാഡിയുടെ അടുത്ത് പോകണം. ഡാഡി വേദുവിന് മാസ്കും ഗ്ലൗസ് ഒക്കെ ഇടാനായിട്ട് അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ്. നോക്കട്ടെ വേദുവിനെ, നോക്ക്, എന്തോ മറ്റേ സ്വിറ്റ്സർലൻഡിലാണോ വിചാരം. അവന് ഡാഡിയുടെ കൂടെ കുറച്ചേരം ഇരിക്കണം എന്ന്. ഡാഡിയുടെ കൂടെ കുറച്ചേരം ഇരിക്കണം എന്ന്. മങ്കിയുടെ കല്യങ്ങാരുടെ കൊറേ നേരമായോ തട്ടാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ഒന്നുള്ളൂ. അപ്പൊ കൊറേ നേരം തട്ടിക്കൊണ്ടിരിക്കും. മങ്കി രാത്രി വരില്ല ഡാഡി. ഞങ്ങള് വെളിയിലായിരുന്നു ഇപ്പൊ സ്നാക്സ് ഒക്കെ കഴിച്ചാൽ. അപ്പൊ ഞാൻ പോയിട്ട് ഡിന്നർ ടൈം ആകുമ്പോ വരാം. വേദുവിനെ കൊണ്ട് വിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റി ഇത് എന്താന്ന് വെച്ചപ്പോ പിസ്സ മേക്കിംഗ് ആക്ടിവിറ്റി ആൻഡ് ബോൺ ഫയർ. അയ്യോ, അവൻ ശരിക്കും എൻജോയ് ചെയ്താല്. പിസ്സ എന്ന് പറഞ്ഞാൽ അവന്റെ ഫേവറേറ്റ് ആണ്. ശരിക്കും വയ്യ അവിടെ വരെ പോയി വിളിക്കാനായിട്ട്. അങ്ങ് വേളിലാണ്, അവിടുന്ന് ഡിന്നറിന് പോകാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് പെയ്ഡ് ആക്ടിവിറ്റി ആണ്, പക്ഷെ നല്ലതല്ലേ. യു ഗെറ്റ് എ പിസ്സ ആൻഡ് യു ക്യാൻ മേക്ക് യുവർ ഓൺ പിസ്സ. ഇറ്റ്സ് ലൈക്ക് സോ മച്ച് ഫൺ. ഡാഡിയുടെ അവിടെ പോയി എന്നെ എത്ര തവണ സ്റ്റെപ്സ് കയറ്റി ഇറക്കുന്നേ. വേദുവിന് ഇവിടെ സ്റ്റോറി ടെല്ലിങ്ങും ഉണ്ട്, പിസ്സ മേക്കിങ്ങും ഉണ്ടെന്ന്. ബാ 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 വേഗം ബാ ബാ. അതൊന്നും വേണ്ട, അതെന്തിനാ? ആ, നഞ്ചാക്സ് എടുത്തോണ്ട് വരുന്നു. നമ്മൾ താഴേന്ന് കയറി വന്നതിന് അവിടെ റൂമിൽ സെർവ് ചെയ്യും. നിങ്ങളെ ഇവിടുത്തെ ഡിന്നറിൻ്റെ സ്ഥലം കാണിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ, പക്ഷേ ഡിന്നറാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. സോ വെൽക്കം ടു ദ കഫേ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഡൈനിങ് സ്പേസ് ഓഫ് ലക്സ് ഗ്ലാംപ്. ഓക്കെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഹൗ ക്യാൻ യു നോട്ട് കം ആൻഡ് ഇവിടെ വെച്ചൊരു ഡിന്നർ ഇങ്ങനെ കഴിക്കാതിരിക്കാൻ പറ്റും? ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് ബബിൾ തന്നെയാണ്. ഞാൻ വൈഡൊന്നും ഇടാം, രാത്രി അതിൻ്റെ അത്രയും ക്ലാരിറ്റി കാണില്ല. ബട്ട് ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ സ്പേസ്. എന്താ അല്ലേ, ലൈക്ക് അടിയിൽ ലൈക്ക് പെബിൾസ് ഒക്കെ ഇട്ട് ബ്യൂട്ടിഫുള്ളി സെറ്റ്. ചെറുതായിട്ട് എവ്രിവെയർ ദേ ഹാവ് ഗിവൺ സോ മച്ച് അറ്റൻഷൻ, സോ മച്ച് ഓഫ് ലവ് ഇസ് ദെയർ. ഈ ഒരു പ്രോജക്റ്റിൽ ഒരുപാട് സ്നേഹവും പാഷനും നമുക്ക് കാണാം. കാരണം ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ അതുവരെ അവർ ചെയ്തിട്ടുണ്ട്. തിരാമിസു ഇവിടുത്തെ ഭയങ്കര സംഭവമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ 2-3 ഡെസേർട്ട്സ് ട്രൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് സ്റ്റേക്ക് ഉണ്ട്, ചൈനീസ്, അതായത് കൊറിയൻ സംതിങ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയും കറി ഉണ്ടാക്കും. സോ യു ആർ സോർട്ടഡ് ഫോർ ഫുഡ്. പക്ഷെ ഭയങ്കര ഡിമാൻഡിങ് ആവരുത്. നിങ്ങൾക്ക് ഒരു ബുഫേ ഒന്നും പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ അതൊന്നും കിട്ടുന്നതായിരിക്കില്ല. എന്തോരം അവാർഡ്സാണ് വാങ്ങിക്കൂട്ടിരിക്കുന്നതെന്ന് നോക്ക്. വിച്ച് ദേ ഡിസേർവ്. ഐ ഹോപ്പ് സൂൺ അവർക്ക് ഇവിടെയും കൂടെ ഫിൽ ആവുന്നു. കാരണം അത്രയും നല്ല സ്റ്റാഫിനെയും അത്രയും നല്ല ലൊക്കേഷൻ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഫുഡ് ഇത് കൊറിയൻ ഡോൺജോങ് ചിക്കൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലുക്സ് വെരി നൈസ്. കൊറിയയിലൊക്കെ ഒരു ചിക്കൻ പോലെ തന്നെ ഉണ്ട്. ആ സമയത്ത് പ്രിയയ്ക്ക് അവിടെ നല്ല സ്റ്റേക്ക്, മൈ ഗോഡ്, സ്മോൾ സൈസ് ഓഫ് സ്റ്റേക്കും മാഷ് പൊട്ടേറ്റോ എന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഷെയർ ചെയ്തതായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂന്നാർ പോയപ്പോൾ ഫുഡ് വാസ് ഓക്കെ, നോട്ട് ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷേ ഇവിടുത്തെ ഫുഡ് കുറച്ച് ഐറ്റംസേ ഉള്ളൂ, 5-6 ഐറ്റംസേ ഉള്ളൂ. പക്ഷേ എവറിത്തിങ് ഇസ് ജസ്റ്റ് പെർഫെക്റ്റ്. ഇത് ഞാൻ കൊറിയ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ ദ സോസ് നെയിം. സോയും അല്ല, ഇറ്റ്സ് ഇസ് ലൈക്ക് ടോട്ടലി ഡിഫറെൻറ്റ്. കുറച്ച് സ്വീറ്റ്, കുറച്ച് സ്പൈസി. അതുപോലെ സ്വീറ്റ് ആൻഡ് സോർ പോലെ അല്ല, ഹോട്ട് ആൻഡ് സ്വീറ്റും അല്ല. ഇറ്റ് ഇസ് റിയലി ഗുഡ്. സംഭവം കഴിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആയിരിക്കും. സ്റ്റേക്ക് എക്സ്ചേഞ്ച് ചെയ്തു, കാരണം ഐ ലവ് ദിസ്. ഇത് ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു BDF ഫ്ലേവറാണ്. പക്ഷേ ഈ മാഷ് പൊട്ടേറ്റോയിൽ ട്രഫിൾ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ട്രഫിൾ എസെൻസ് ഓഫ് സം ട്രഫിൾ salt or something like that. ഭയങ്കര ഒരു മഷ്റൂം ഫ്ലേവർ ഉണ്ട്. സോ ഇത് it's like melt in your mouth with lot of earthiness and rich in extremely place പോലെ തന്നെയാണ്, റിച്ച് ആണ് ഈ സ്ഥലം. At the dessert guys, ഇത് tiramisu with tres leches cake. So this is like 3 milk cake. This is obviously coffee, cream, chocolate stuff. ഇതിന്റെ ഓണറിന്റെ ഭയങ്കര പാഷനറ്റ് ഡിഷാണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ആസ് ക്ലോസ് ആസ് ഒറിജിനലി പോസിബിൾ.
കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇറ്റലിയിലൊക്കെ ഇത് ഈ ചെറിയ ചെറിയ ബേക്കറീസിൽ അവരിത് കട്ട് ചെയ്ത് ഒരു വലിയ ട്രെയിൻ കട്ട് ചെയ്ത് എടുക്കും. ഏകദേശം ആ ഒരു ഫീലാണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. പ്രിയ മോഹൻ്റെ അടുത്താണ് രണ്ടും കൊണ്ടുവച്ചിരിക്കുന്നത്. കഴിക്കാൻ പോകുന്നത് എനിക്കറിയാം. ഡാഡി മോള് രണ്ടും കഴിക്കാൻ പോകുന്നു കേട്ടോ. കൈവിട്ടുപോയി. പോയി ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ. ഡെസേർട്ടും രണ്ടെണ്ണം ഉള്ളൂ എന്ന് വിചാരിച്ചപ്പോൾ അത് വെറും തെറ്റുകാരനെയാണ്. ഇത് മാംഗോ ആണ്. അപ്പോൾ ഇത് പ്ലെയിൻ മാംഗോ ആണല്ല. ദിസ് ഇസ് മെൽറ്റഡ് വൈറ്റ് ചോക്ലേറ്റ്. അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കണം. നല്ല പഴുത്ത മാംഗോ ആൻഡ് മെൽറ്റഡ് വൈറ്റ് ചോക്ലേറ്റ്. ഇങ്ങനെയുണ്ട് നോക്കട്ടെ. മാംഗോ വിത്ത് വൈറ്റ് ചോക്ലേറ്റ്. ഇറ്റ് ഇസ് ആക്ച്വലി ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്. സച്ചിൻ്റെ കവർ ഡ്രൈവ് ഒക്കെ പോലെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. കാരണം എന്താ അറിയോ, ഓബ്വിയസ്ലി നമ്മുടെ കോക്കനട്ട് മിൽക്കും മാംഗോയും കൂടെ നന്നായി പോകും. സോ സംതിങ് മിൽക്കി വിൽ ഓൾവേസ് ഗോ വെൽ വിത്ത് മാംഗോ റെദർ ദാൻ ചോക്ലേറ്റ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആകുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഡെക്കഡൻറ്റ്. മാംഗോൻ്റെ പുളിപ്പും സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കഴിയുമ്പോൾ സംഭവം അടിപൊളി. തിരാമിസു നോക്കട്ടെ. ദിസ് ഈസ് ഗോയിങ് ടു ബി ആസ് ക്ലോസ് ടു ഒറിജിനൽ തിരാമിസു. ഒരു വേറെ മായോ മന്ത്രോ ഒന്നുമില്ല. പ്രിയ ലവ് ഫസ്റ്റ് തിങ് എന്താ തീനെന്നറിയോ? ഓബ്വിയസ്ലി കോഫി. പിന്നെ വളരെ കമ്പയർഡ് ടു നോർമൽ ഡെസേർട്ട് ലൈക്ക് ഇന്ത്യൻ ഡെസേർട്സിനെ കാട്ടി വളരെ സ്വീറ്റ്നെസ് കുറവ്. വിച്ച് ഇസ് ലൈക്ക് ആൻഡ് നല്ല സോക്ഡ് ആണ്. ഇറ്റ് ഇസ് കോഫി സോക്ക് കേക്ക്. ചെറിയ ബാലൻസിങ് ഓഫ് ക്രീം, ചെറിയ ഹിന്റ് ഓഫ് ചോക്ലേറ്റ്. റിയലി വെൽ ഡൺ, റിയലി വെൽ ഡൺ. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഇങ്ങനത്തെ ഫുഡ് ശരിക്കും കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു ഗ്ലാമ്പിങ് ആണെങ്കിൽ പോലും ക്യാമ്പല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ ഹോട്ട് വാട്ടർ എന്തൊരു ചൂടാ ഹീറ്ററിൽ, എന്തൊരു ഫോഴ്സാ വെള്ളത്തിൽ. അതൊക്കെയാണ് ഈ ഗ്ലാമ്പിംഗ് എന്ന് പറയുമ്പോൾ ആ ലക്ഷറി. വാട്ട് എ മീൽ, വാട്ട് എ പ്ലേസ് ഗൈസ്. ഇവര് ഒരു സെറ്റപ്പാണ് കേട്ടോ ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനത്തെ ഫുഡൊക്കെ. പക്ഷേ ഇത് ബക്കറ്റ് ലിസ്റ്റിൽ വേണം. പക്ഷേ എന്നോട് കുറേ ആൾക്കാർ ഹണിമൂണിന് ഒരു സംഭവം ചോദിക്കുന്നില്ലേ, ഞാൻ ഉടനെ തന്നെ ഒരു കാര്യം പറയാം കേട്ടാ. അത് കൊടൈക്കനാലല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ മൂന്നാറിൽ തന്നെ അതൊരു സംഭവമാണ്. ആയിരിക്കും മേ ബി ഇന്ത്യയിലെ വൺ ഓഫ് എ കൈൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് നാളത്തെ സൺറൈസ് എന്തായാലും ഞാൻ നിങ്ങളെ ക്യാപ്ചർ ചെയ്ത് കാണിക്കും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ടൈം ലാപ്സിൽ കാണിക്കാം. സോ അത് കണ്ടുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാവിലെ സൺറൈസ് എന്തായാലും നിങ്ങൾ ഇതിൽ കൂടെ ഒന്ന് കാണുക. അപ്പോൾ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വേക്കിംഗ് അപ്പ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസസ്. എവറിത്തിങ് വാട്ട് വി ഹാഡ് എക്സ്പെക്റ്റഡ്. നമ്മൾ ആ ബ്യൂട്ടിഫുൾ സൺറൈസ് ക്യാപ്ചർ ചെയ്തായിരുന്നു. ഇനി ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. രാവിലെ 9:30 ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. മിസ്റ്റ് മാറിയപ്പോൾ ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. എൻ്റെ സൗണ്ട് ആക്ച്വലി നമുക്ക് കേൾക്കാം കേട്ടോ. ആൻഡ് ദെൻ ഓബ്വിയസ്ലി ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് അവർ പൂമ്പാറ. എനിക്കൊന്ന് രാവിലെ തന്നെ വേണമെങ്കിൽ ഇതിലേക്ക് ഇറങ്ങായിരുന്നു, സമയമുണ്ടെങ്കിൽ. ഇന്നത്തെ സ്പെഷ്യലായിട്ട് അവർ കൊണ്ടുവന്നതാണ്. ഞാൻ ആക്ച്വലി മാംഗോ പാൻ കേക്കും ഓംലെറ്റോ പറഞ്ഞത്. പക്ഷേ ഇത് ലൈക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ച് ഉണ്ടാക്കിയ സ്മൂതി ബോൾ വിത്ത് സം ഗ്രീക്ക് യോഗേർട്ട്. ആൻഡ് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കുരങ്ങിൻ്റെ ഫുഡ് ആണെങ്കിലും കുരങ്ങ് വരുന്നതിന് മുമ്പേ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. സൂപ്പർ അല്ലേ? ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ്. ഇവിടെ ഒരു കാര്യം പോലും എനിക്ക് നെഗറ്റീവ് പറയാനില്ല, ഒരു കാര്യം പോലും. എന്താ അല്ലേ ഇങ്ങനത്തെയൊക്കെ ഒരു ഉൾസ്ഥലത്ത് പൂമ്പാറയിൽ, ഈവൻ കൊടൈക്കനാൽ പോലും അല്ല, ഒരു ഗ്ലാമ്പിങ്ങിൽ വന്ന് മറ്റേ റിച്ച് മാൻസ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇനിയുണ്ട് എന്തോരം ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയോ. ദിസ് വാസ് സോ ഗുഡ്. ഞാൻ പൊതുവെ അങ്ങനെ ഫ്രൂട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ബട്ട് ദിസ് വാസ് സോ ഡെലിഷ്യസ്. മസ്ലിയും എല്ലാം ഉണ്ടായിരുന്നു, ഗ്രനോല. ബട്ട് എവറിത്തിങ് ഇസ് സോ ടേസ്റ്റി. എവറിത്തിങ് ഇസ് സോ ടേസ്റ്റി. ലുക്ക് അറ്റ് ദ മാംഗോ പാൻകേക്ക്. ഞാൻ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് വ്യൂ കഴിച്ചു. പ്രിയ ബ്രേക്ക്ഫാസ്റ്റ് വ്യൂ ഇല്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്തു.
സൂപ്പർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇറങ്ങുവാണ് ലക്സ് ഗ്ലാമ്പിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിരുന്നു. എനിക്കറിയാം, ഭയങ്കര അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ലക്സ് ഗ്ലാമ്പും എല്ലാം കൊടൈക്കനാലും എല്ലാം സൂപ്പർ ആയിരുന്നു അല്ലേ? എവറിത്തിങ് വാസ് എ ഡ്രീം. സത്യം. അല്ലേ? നമ്മൾ ഇടാം. രാവിലെ ഞാനിന്ന് ഒരു 4 o'clock 5 o'clock ആയി ഗോട്ടം. അത് വെയിലടിച്ചതാ. നേരെ മുഖത്തൊക്കെ അടിച്ചല്ലോ. അപ്പൊ ദൈവമേ ഇല്ല സമയമായെന്നാണ്. പക്ഷെ നോക്കിയപ്പോ ആയില്ല, ടൈമേ ആയിട്ടില്ല. പക്ഷെ പുറത്ത് പോവാൻ മടിയായിരുന്നു, മഞ്ഞില് തണുപ്പല്ലേ. അതെ. അപ്പൊ എന്താണ് ഇനി ഒന്നും പറയില്ല, അവളെ കാണിച്ചതൊക്കെ തന്നെ ഇത്. നമ്മുടെ റീല് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. ആ റീല് പറഞ്ഞ കാര്യമാണ് സത്യം. സ്വപ്നമാണ്. അതെ അതെ. ഇറ്റ് ഈസ് ലൈക്ക് എ ഡ്രീം. അല്ലാതെ നമുക്കൊന്നും പറയാനില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നിന്നിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഒബ്വിയസ്ലി ഔട്ട്ഡോറും അങ്ങനത്തെ ഒരു ഗ്ലാമ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇത്. ഇനി നമുക്ക് ഇവിടെ ഉള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാമിലി റിസോർട്ട്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇറങ്ങാലോ. കൺക്ലൂഷൻ അത് ഫുൾ വേറെ ടൈപ്പ്, വേറെ വൈബ്. ഓക്കെ ഗായ്സ്, സോ ഞങ്ങൾ ലക്സ് ഗ്ലാമ്പിന്ന് ഇറങ്ങുവാണ്. ഞാൻ ലക്സ് ഗ്ലാമ്പിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ പേഴ്സണലി ഗ്യാരണ്ടി ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാമ്പിംഗ് അല്ലെങ്കിൽ ക്യാമ്പിംഗ് ഔട്ട്ഡോർസ് ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ കൂടെ അത്യാവശ്യം നല്ല ലക്ഷറി ഇഷ്ടമാണെങ്കിൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ 100% റിഗ്രറ്റ് ചെയ്യില്ല. റിഗ്രറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് TV കാണണം, അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സോ അങ്ങനത്തെ ഇഷ്ടമുള്ളവരില്ലേ, അത് വേണമെങ്കിൽ അത് നടക്കില്ല. പിന്നെ ഒരു പാർട്ടി അറ്റ്മോസ്ഫിയർ, ഭയങ്കര വെള്ളം അടിച്ച് ലൗഡ്, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ സ്യൂട്ടബിൾ അല്ല. അല്ലാത്ത എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, യു വിൽ ലവ് ദിസ് പ്ലേസ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ മൂന്നാറിൽ ഇവർക്ക് ലക്സ് ഗ്ലാമ്പ് ഉണ്ട്, പക്ഷെ അവിടെ ഒരു സംഭവം വരുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി അത് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ കൊടൈക്കനാൽ ജേർണി കണ്ടിന്യൂ ആണ്. നാളത്തെ വ്ളോഗ് മിസ് ചെയ്തത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതിന് പറ്റിയ ഒരു സ്ഥലം, വേറൊരു സ്ഥലം കൂടെ നിങ്ങളെ നാളെ കാണിക്കുന്നതായിരിക്കും. സോ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.